ഈ വേനൽക്കാലത്ത് എന്തായാലും പച്ചമാങ്ങ കയ്യിൽ കിട്ടും. അപ്പം നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. എരിവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു നല്ല കറി. അപ്പോൾ അത് ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് പകുതി പച്ചമാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. കുറച്ച് ചിരകിയ തേങ്ങ, ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരഞ്ഞു കിട്ടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചതച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് 2 വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ തിളച്ചൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തൈര് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം ഒരുപാടൊന്നും തിളയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ചെറുതായിട്ട് ആവി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തെടുക്കാം. ഇത്രയാവുമ്പോഴത്തേക്കും നമ്മുടെ ചോറിനൊക്കെ പറ്റിയ നല്ലൊരു കറി റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്.